ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എന്താ ഉറക്കം വരുന്നില്ലേ? ഉറങ്ങാൻ പറ്റില്ല, എനിക്കറിയാം. ഈ കക്ഷിയെ ഇപ്പൊ എല്ലാ ഗസ്റ്റ് ഹൗസിലും കാണാമല്ലോ. ഇപ്പൊ വലിയ ഡിമാൻഡ് ഇല്ല. 2 ആഴ്ച മണ്ണി കുടിച്ചിട്ടിട്ട് 100 വർഷമായെന്നും പറഞ്ഞ് ഏതെങ്കിലും വിദേശിയെ പറ്റിക്കാം. ഇരിക്കട്ടെ. ഓ, പട്ടിണി കോലവാ. ഗോൾഡ് എന്ന് പറഞ്ഞ് വിൽക്കാം. ഇതാര്? ഐശ്വര്യ റോയോ? അവളെ വേഷത്തെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ചാക്കിലോട്ട് കയറിക്കും. ഇങ്ങി പോരട്ടെ. മെഴുകുതിരി സ്റ്റാൻഡ്. TV ഇതിപ്പോ ഇൻസ്റ്റാൾമെന്റിലും കിട്ടും. പൂട്ടിയിരിക്കുക. പഴയ ഗ്രാമഫോൺ. ഇതിന്റെ വിലകൾ ഇപ്പൊ ഫുട്പാത്തിലും കിട്ടും. വർക്കിംഗ് കണ്ടീഷൻ. മീനാക്ഷി, ദേവി, ദേവി, എന്താ മീനാക്ഷി എവിടെ? ആ, എനിക്കറിയില്ല. വാ നോക്കാം. താനിവിടെ എന്തെടുക്ക? എപ്പോഴാ ഉണർന്നത്? ഉണരാൻ ഉറങ്ങിയിട്ട് വേണ്ടേ? ഞാനിങ്ങനെ ആലോചിച്ച് നിനക്ക് എന്താ ഇത്ര ആലോചന? മല്ലീശ്വര മുടിയില് കല്യാണിക്ക് എന്താ പറ്റിയിട്ടുണ്ടാവുക? എന്തു പറ്റാൻ? അവസാനമായപ്പോ അതിന് റാമിന്റെ കൂടെ ബോംബെക്ക് പോകാൻ ഇഷ്ടം ഉണ്ടായില്ല. അപ്പൊ ഗ്രാമം വിട്ടുപോയി. അത്ര തന്നെ. എങ്ങോട്ട് പോയി? അതൊന്നും എനിക്കറിയില്ല. എനിക്കറിയാം. കല്യാണി മരിച്ചു. കല്യാണിയെ പൊന്നും കൊന്ന് ഏതെങ്കിലും കൊക്കയിൽ വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു ഐഡിയ. എന്ത് ഐഡിയ? നാട്ടിൽ ചെല്ലുമ്പോ നമുക്ക് ആ വട്ട് തമ്പരാട്ടിയുടെ അടുത്ത് ചോദിക്കാം, കല്യാണിയുടെ ആത്മാവിനെ വിളിച്ചു വരുത്താൻ. എന്തിന്? അപ്പൊ നമുക്കറിയാലോ കല്യാണിക്ക് എന്താ സംഭവിച്ചെന്ന്. ഓ, അവളെന്താ ഓടുന്നത്? മീനാക്ഷി, 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 മീനു.
Spirit, please come. മീനാക്ഷി! കല്യാണിയുടെ ആത്മാവല്ലേ? പിന്നെ ആരാ? മീനാക്ഷി, എത്ര നേരമായി ഞങ്ങൾ വിളിച്ചോണ്ടിരിക്കുക? നീ ഇവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാ? എന്ത് പറ്റി നിനക്ക്? നീ എന്തിനാ ഓച്ച പോടെടുത്തത്? ഞാൻ കല്യാണിയെ ഞാൻ കേട്ടു. വിളിച്ചപ്പോ അയാളാ വന്ന്. ആര്? രാമോ? അവിടെ ഉണ്ടായിരുന്ന രഘുരാം. മീനാക്ഷി, നിനക്കെന്താ വട്ടായോ? നീ നിന്റെ ഒരു ഓജോ പോടും. ഞാൻ കേട്ടതാ ദേവി അയാളുടെ ശബ്ദം. എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാന്ന്. നീ എവിടെ കേട്ടുന്നാ? മീനാക്ഷി, ചാക്കോ, ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. ആരോ എന്നെ കൊല്ലാൻ നോക്കി. ഇത് കണ്ടില്ലേ? എന്നിട്ട് ഇപ്പൊ അയാൾ എവിടെ? കാണാനില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര. ഇന്നലെ രാത്രി ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെ, ഇവിടെയുള്ള സാധനങ്ങളും കാണാനില്ല, ആ ആനമല ജോളിയും കാണാനില്ല. ഞാൻ പറഞ്ഞില്ലേ രഘുറാം കള്ളനാണെന്ന്. അയാളായിരിക്കും ഇതെല്ലാം അടിച്ചോണ്ട് പോയത്. അയാൾ അങ്ങനെയൊന്നും ചെയ്യില്ല, എനിക്ക് ഉറപ്പാ. ചാക്കോ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇന്നലെ ഈ ബംഗ്ലാവിൽ ഉണ്ടായിരുന്ന 2 പേര് മിസ്സിംഗാ. നോക്ക് മീനാക്ഷി, സംഗതി സീരിയസ് ആണ്. ഉടനെ ഇത് ആരെങ്കിലും അറിയിച്ചില്ലെങ്കിൽ എല്ലാത്തിനും ഉത്തരം നമ്മൾ തന്നെ പറയേണ്ടി വരും. വാ, ഇറങ്ങ്. വാ. അതിന്റെ ഒന്നും ആവശ്യമില്ല, എവിടെയും പോണ്ടെന്നേ. അടിവാരത്തിൽ ചെന്നാൽ ആരെങ്കിലും കാണാതിരിക്കില്ല. നീ വാ.